ഭാരതത്തിന്റെ മണ്ണിൽ സുരക്ഷയില്ലെന്ന് പറഞ്ഞ് ലോകത്തിന് മുന്നിൽ നമ്മളെ നാണം കെടുത്താൻ നോക്കിയവർക്ക് കിട്ടിയത് 8ന്റെ പണി. കള്ളം പറഞ്ഞ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ നട്ടല്ലൊടിക്കുന്ന മറുപടിയുമായി ജയ്ഷാ എത്തിക്കഴിഞ്ഞു. സുരക്ഷാ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ലോകകപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ നോക്കിയവർ ഇപ്പോൾ ICCയുടെ പടിവാതിൽക്കൽ മാപ്പിരയ്ക്കേണ്ട അവസ്ഥയിലാണ്. അമിത്ഷായുടെ മകനായ ജയ്ഷാ എന്ന കരുത്തനായ അധ്യക്ഷൻ ICCയുടെ കസേരയിൽ ഇരിക്കുമ്പോൾ ഇന്ത്യയെ തൊട്ട് കളിക്കണ്ട എന്ന് ബംഗ്ലാദേശിന് നല്ലവണ്ണം ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. സംഭവം ഇതാണ്: വരാനിരിക്കുന്ന 2020 ലോകകപ്പിന് ഇന്ത്യ സുരക്ഷിതമല്ല എന്ന ഒരു വിചിത്രമായിട്ടുള്ള വാദവുമായിട്ടാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് രംഗത്തെത്തിയത്. IPLൽ നിന്ന് മുസ്തിഫിസുർ റഹ്മാനെ പിൻവലിച്ചതിന് പിന്നാലെ ഒരു പ്രതികാരം എന്നോണം ഇന്ത്യയിലെ മത്സരങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണമെന്ന് ഇവർ ICCയോട് ആവശ്യപ്പെട്ടു. എന്നാൽ കാര്യങ്ങൾ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. ബംഗ്ലാദേശ് കായിക മന്ത്രാലയ ഉപദേഷ്ടാവ് ആസിഫ് നസ്രൂൾ ഒരു പടി കൂടി കടന്ന് ICC തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചെന്നും ഇന്ത്യയിൽ സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് കത്തയച്ചെന്നും വാർത്താ സമ്മേളനത്തിൽ തട്ടിവിട്ടു. പക്ഷേ അധികം വൈകിയില്ല. ജയ്ഷായുടെ നേതൃത്വത്തിലുള്ള ICC ആ കള്ളമങ്ങ് പൊളിച്ചെടുക്കി. ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ ഭീഷണിയും ഇല്ലെന്ന് ICC അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലും മുംബൈയിലും വാങ്കഡയിലും ബംഗ്ലാദേശ് ടീമിന് പൂർണ്ണ സുരക്ഷ ഉറപ്പാണെന്നും വേദികൾ മാറ്റേണ്ട ഒരു സാഹചര്യവും ഇല്ലെന്നും ICC വ്യക്തമാക്കിയതോടെ ബംഗ്ലാദേശ് സർക്കാർ പ്രതിരോധത്തിലായി. ഇന്ത്യക്കെതിരെ പണ്ട് മുതലേ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ബംഗ്ലാദേശിന്റെ ഒരു രീതിയാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കാണിച്ച് ഇന്ത്യയെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താനായിരുന്നു അവരുടെ നീക്കം. എന്നാൽ ICCയുടെ സുരക്ഷാ വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ ഇത്തരം വാദങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു. ജയ്ഷാ ICC അധ്യക്ഷനായി എത്തിയതോടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും അനാവശ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഉറപ്പായിരിക്കുകയാണ്. ഒരു വശത്ത് പാകിസ്ഥാൻ കപ്പിനായി കരഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയുടെ കരുത്തിന് മുന്നിൽ അടിപതറുകയാണ്. ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും തുടരുമ്പോൾ സ്വന്തം നാട്ടിലെ പരാജയങ്ങൾ മറച്ചു വെക്കാൻ അവർ ഇന്ത്യയെ പഴിചാരുന്നു എന്നുള്ള കാര്യം ലോകത്തിന് മുഴുവൻ അറിയാം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ടീമിന് ഭീഷണിയുണ്ടെന്നുള്ള വാദമൊക്കെ വെറും പുകമറ മാത്രമാണ്. ലോകം മുഴുവൻ ഇന്ത്യയെ സുരക്ഷിതമായ കായിക വേദിയായി കാണുമ്പോൾ ബംഗ്ലാദേശ് മാത്രം എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? ഇന്ത്യയുടെ കുതിപ്പിനെ എങ്ങനെയെങ്കിലും തടയുക, അത് മാത്രമാണ് ഉദ്ദേശം. എന്നാൽ BCCIയിലും ICCയിലും ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന്, ICCയിൽ BCCIയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് അവർ വിസ്മരിച്ചു. ഒടുവിൽ ICC നിലപാട് കടുപ്പിച്ചതോടെ അതൊരു ആഭ്യന്തര ചർച്ചയായിരുന്നു, ICCയുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് മലക്കം പറയേണ്ടി വന്നു. ചുരുക്കത്തിൽ ഇന്ത്യയെ ഒതുക്കാൻ നോക്കിയ ബംഗ്ലാദേശിന് കിട്ടിയത് കനത്ത തിരിച്ചടിയാണ്. ജയ്ഷാ എന്ന അഡ്മിനിസ്ട്രേറ്ററുടെ കരുത്തിന് മുന്നിൽ ബംഗ്ലാദേശിന്റെ കുതന്ത്രങ്ങൾ വിലപ്പോയില്ല. ലോകകപ്പ് ഇന്ത്യയിൽ തന്നെ നടക്കും. ബംഗ്ലാദേശ് ടീമിന് ഇവിടെ വന്ന് തന്നെ കളിക്കേണ്ടി വരും. ഭാരതത്തിന്റെ മണ്ണിൽ കളി നടക്കുമ്പോൾ നിയമങ്ങൾ ഇന്ത്യയുടേതായിരിക്കും. വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് ഇനിയും തിരുത്തലുകൾ നടത്തേണ്ടി വരുമെന്നുള്ള കാര്യം തീർച്ച. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.